നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഉയർന്ന സാക്ഷരതയുടെ പേരിൽ പെരുമ കൊള്ളുമ്പോഴും തട്ടിപ്പുകാരെ തിരിച്ചറിയാനും അവരുടെ വലയിൽ കുടുങ്ങാതിരിക്കുവാനുമുള്ള ശ്രദ്ധ നമ്മൾ മലയാളികൾക്ക് ഇല്ലാതെ പോകുന്നു എന്നത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഓൺലൈൻ തട്ടിപ്പുകളുടെ ഏറ്റവും വലിയ വിളഭൂമിയായി കേരളം മാറിയിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ മാത്രം ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് 180 കോടി രൂപയാണ്. CBIയുടെയും കസ്റ്റംസിൻ്റെയും EDയുടെയും ഒക്കെ പേരിൽ ഫോൺ ചെയ്തും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിലവിളികൾ AI സഹായത്താൽ വ്യാജമായി തയ്യാറാക്കി സഹായം അഭ്യർത്ഥിച്ചും കടയിൽ QR കോഡ് സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞെത്തിയും ഓഹരി നിക്ഷേപത്തിലൂടെ വൻ ലാഭമുണ്ടാക്കാം എന്ന് പ്രലോഭിപ്പിച്ചുമൊക്കെയുള്ള തട്ടിപ്പുകളാണ് കേരളത്തിൽ പ്രധാനമായും നടക്കുന്നത്. നിക്ഷേപിച്ചാൽ ഉടൻ തന്നെ ഇരട്ടി പണം കിട്ടുമെന്ന് കേൾക്കുമ്പോൾ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുവാൻ വലിയ സാമ്പത്തിക പരിജ്ഞാനമൊന്നും വേണ്ട. എന്നിട്ടും എത്രയോ കാലമായി വിവിധ തരം തട്ടിപ്പുകാരുടെ കയ്യിൽപ്പെട്ട് കീശ കീറി കടന്നു പോവുകയാണ് കേരളം. നാഗമാണിക്യത്തിനും സ്വർണ്ണ ചേനയ്ക്കുമൊക്കെ വേണ്ടി തട്ടിപ്പുകാരുടെ കയ്യിൽ ലക്ഷങ്ങൾ നൽകിയിരുന്ന മലയാളി ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് വലയിലാണ് കൂടുതലും പെട്ടുപോകുന്നത്. കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പുകാർക്ക് ഇരയാകുന്നവരിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IT വിദഗ്ധരും അടക്കമുള്ള പ്രൊഫഷണലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടകരം. ഓൺലൈൻ തട്ടിപ്പിൽ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ഡോക്ടർക്ക് 3.5 കോടി രൂപയാണ് നഷ്ടമായത്. ഓഹരി കച്ചവടത്തിലൂടെ കോടികൾ ഉടൻ ലാഭം കൊയ്യാം എന്ന് ഡോക്ടറെ വിശ്വസിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ്. തിരുവനന്തപുരത്ത് തന്നെ മറ്റു പല വമ്പന്മാർക്കും ഓൺലൈൻ തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടമായിട്ടുണ്ട്. മാനക്കേടോർത്ത് പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. ഇനി ഒരു കണക്ക് കേൾക്കാം, ഞെട്ടരുത്. 2021 ഏപ്രിൽ 1 മുതൽ 23 ഒക്ടോബർ 31 വരെ രാജ്യമാകെ സൈബർ തട്ടിപ്പുകാർ കൊയ്തത് 8587 കോടി രൂപയാണ്. നമ്മുടെ രാജ്യത്ത് സൈബർ തട്ടിപ്പിലൂടെ ദിനംപ്രതി നഷ്ടമാകുന്നത് 9 കോടി രൂപ. കേരളത്തിൽ പലർക്കും പണം പോകുന്നത് വീട്ടിലിരുന്ന് ആയിരങ്ങൾ ഉണ്ടാക്കാം എന്ന പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്താണ്. ഓൺലൈൻ തട്ടിപ്പുകാർക്ക് സിം കാർഡ് എത്തിച്ചു കൊടുക്കുന്ന ഡൽഹി സ്വദേശിയെ കർണാടകയിൽ നിന്നും മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും 4000-ലധികം സിം കാർഡുകളും 180-ലധികം മൊബൈൽ ഫോണുകളുമാണ് പിടിച്ചെടുത്തത്. ഈ സിം കാർഡ് മാഫിയ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകാരിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമ്മുടെ സാക്ഷരതയ്ക്കും സാമാന്യ ബോധത്തിനും തീർച്ചയായും സാധിക്കും. സർക്കാരും സമൂഹവും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് സമൂഹത്തെ തുടർച്ചയായി ബോധവൽക്കരിക്കേണ്ട ആവശ്യവും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി മാറിയിരിക്കുന്നു. അർഹിക്കുന്നത് മാത്രമേ ആഗ്രഹിക്കാവൂ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.